ജൂലൈ 15, 1979. ഒരു സാധാരണ ശീതളമായ പുലർച്ച. കേരളം അതിൻ്റെ പതിവ് പ്രഭാത പ്രവർത്തനങ്ങളിൽ മുഴുകിയിരിക്കുകയാണ്. പക്ഷേ അതിലേക്ക് ഒരു ഞെട്ടിക്കുന്ന വാർത്ത വീശിയെത്തിയിരിക്കുന്നു. MV കൈരളി കാണാതായിരിക്കുന്നു. അതെ, കേരളത്തിൻ്റെ അഭിമാനമായ ആദ്യത്തെ ചരക്കു കപ്പൽ അറബിക്കടലിൽ എവിടെയോ അപ്രത്യക്ഷമായിരിക്കുന്നു. എന്തായിരിക്കും കൈരളിക്ക് സംഭവിച്ചത്? 1965 നോർവേയിലായിരുന്നു കൈരളിയുടെ ജനനം. അന്ന് ഓസ്കാർ സോഡ് എന്നായിരുന്നു അവളുടെ പേര്. 1975 കേരള ഷിപ്പിംഗ് കോർപ്പറേഷൻ അവളെ വാങ്ങി കൈരളി എന്ന പേര് നൽകി. പിന്നീട് അങ്ങോട്ട് കേരളത്തിൻ്റെ ജലറാണിയായി ഓളപ്പരപ്പുകളെ വകഞ്ഞു മാറ്റി കുതിക്കുകയായിരുന്നു അവൾ. പക്ഷേ 1979 ജൂൺ 30 കൈരളി മമഗോവയിലെ തുറമുഖത്ത് നങ്കൂരമിട്ടിരിക്കുകയായിരുന്നു. പകൽ സമയം തന്നെ ജർമ്മനിയിലെ റോസ്റ്റോക്കിലേക്ക് പുറപ്പെടേണ്ടതായിരുന്നു കൈരളി. പക്ഷേ കപ്പലിലെ തകരാറിലായ റഡാർ കാരണം യാത്ര തുടരാൻ സാധിക്കില്ലെന്ന് ക്യാപ്റ്റൻ മരിയാദാസ് ജോസഫ് അധികൃതരെ അറിയിച്ചിരുന്നു. പക്ഷേ ഏറെ നേരത്തെ ചർച്ചയ്ക്കൊടുവിൽ വൈകിട്ട് യാത്ര പുറപ്പെടാൻ ക്യാപ്റ്റൻ നിർബന്ധിതനായി. 20,500 ടൺ ഇരുമ്പയിരുമായി കപ്പൽ ജർമ്മനിയിലേക്ക് പുറപ്പെട്ടു. യാത്രക്കിടയിൽ കപ്പൽ നിരന്തരമായി കരയുമായി ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. എല്ലാം സുഗമമായി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ജൂലൈ 3 രാത്രി 8 മണിക്ക് ശേഷമാണ് കാര്യങ്ങൾ തകിടം മറിഞ്ഞത്. കപ്പലിന് കരയുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടിരിക്കുന്നു. അവസാനമായി റേഡിയോയിൽ ബന്ധപ്പെടുമ്പോൾ മമഗോവയിൽ നിന്നും 500 മൈൽ അകലെയായിരുന്നു കൈരളി. ജൂലൈ 8 ജിബൂട്ടിയിൽ ഇന്ധനം നിറയ്ക്കാൻ എത്തേണ്ടതായിരുന്നു. പക്ഷേ അതും സംഭവിച്ചില്ല. ജൂലൈ 11 കപ്പലിൻ്റെ ജിബൂട്ടിയിലുള്ള ഷിപ്പിംഗ് ഏജന്റാണ് കേരള ഷിപ്പിംഗ് കോർപ്പറേഷനെ കപ്പൽ ഇവിടേക്ക് എത്തിയില്ലെന്ന വിവരം അറിയിക്കുന്നത്. പക്ഷേ അപ്പോഴും ഇതൊന്നും പുറം ലോകം അറിഞ്ഞിരുന്നില്ല. ജൂലൈ 15 ഈ വാർത്ത ലോകമെങ്ങും പരന്നു. പിറ്റേ ദിവസം തന്നെ ഇന്ത്യൻ നേവി തിരച്ചിൽ ആരംഭിച്ചു. നിരവധി വിമാനങ്ങളും കപ്പലുകളും കൈരളി അവസാനമായി സന്ദേശമയച്ച സ്ഥലത്ത് പരിശോധന നടത്തി. പക്ഷേ ഒന്നിനും കൈരളിയുടെ സാന്നിധ്യം കണ്ടെത്താനായില്ല. നിരവധി തിരച്ചിലുകൾ നടത്തിയെങ്കിലും കൈരളി എവിടെയെന്ന ചോദ്യത്തിന് മാത്രം ഉത്തരമുണ്ടായില്ല. കൈരളിയുടെ തിരോധാനം നിരവധി കാരണങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടിയിരുന്നത്. അനുവദനീയമായതിനേക്കാൾ കൂടിയ ഭാരമായിരുന്നു കപ്പലിൽ ആ സമയത്ത് ഉണ്ടായിരുന്നത്. ഇതുമൂലം വലിയ തിരമാലകളിൽപ്പെട്ട് കപ്പൽ തകരാനും മുങ്ങിപ്പോകാനും സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ മറ്റൊരു വാദം ഉണ്ടായിരുന്നത് കടൽ കൊള്ളക്കാരെ പറ്റിയാണ്. കടൽ കൊള്ളക്കാർ കപ്പലിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയെന്നും ജീവനക്കാരെ ആൾപ്പാർപ്പില്ലാത്ത ദ്വീപുകളിൽ ഉപേക്ഷിച്ചുവെന്നും പലരും വിശ്വസിക്കുന്നു. 45 വർഷത്തിനിപ്പുറവും കേരളത്തിൻ്റെ കൈരളിയും അതിലെ 51 പേരെക്കുറിച്ചും യാതൊരു വിവരവുമില്ല. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? എന്തായിരിക്കും കൈരളിക്ക് സംഭവിച്ചത്?